ഹലോ, വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മുടെ ഇന്ന് നമ്മൾ ശരിക്കും ഇതിന്റെ ഒരു ലോങ് ടേം റിവ്യൂ, ഇതിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാക്ബുക്ക് എയറിന്റെ M4 മാക്ബുക്ക് എയറിന്റെ ഒരു ലോങ് ടേം റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് വാങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 3 മാസത്തിന് മേളിലേക്കായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു റൈറ്റ് ടൈം ആണെന്ന് തോന്നി, എനിക്ക് ഇതിനെ ഒരു റിവ്യൂ ചെയ്യാൻ പറ്റിയൊരു ടൈം ആണെന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത്. ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കമന്റിൽ കാണുന്നുണ്ടായിരുന്നു. ഹിഞ്ചിന്റെ ഇഷ്യൂസ്, അതുപോലെ മാക്ബുക്ക് എയർ M4 എടുക്കണോ അതോ ഐപാഡ് എയർ M4 എടുക്കണോ, ഐപാഡ് പ്രോ M4 എടുക്കണോ എന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ കമന്റ് സെക്ഷൻ നോക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻസും അതുപോലെ എങ്ങനെയുണ്ട് മാക്ബുക്ക് എയർ മേടിച്ചിപ്പോൾ ഒരു 3 മാസമായി യൂസർ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ മാക്ബുക്ക് എയർ M4ന്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് നല്ല വ്യൂസും റെസ്പോൺസ് ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ് അത്. അപ്പൊ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ വീഡിയോ മെയിൻലി നിങ്ങൾക്ക് 3 പാർട്ടായിരിക്കും. 3 പാർട്ട് എന്ന് പറഞ്ഞാൽ ഒറ്റ വീഡിയോ ആയിരിക്കും, 3 പാർട്ടായിരിക്കും. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഇതിന്റെ പോസിറ്റീവ് സൈഡ്, സെക്കൻഡ് നമ്മൾ ഇതിന്റെ നെഗറ്റീവ് എന്തൊക്കെയാണ് ഇതിന്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്തത് അതായിരിക്കും സെക്കൻഡ്. പിന്നെ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ജനറൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് അതിനകത്തൊരു ജനറൽ ആൻസർ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പറഞ്ഞു കിട്ടുന്നില്ല, നമ്മൾ വീഡിയോയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പോവാണ്. നമുക്ക് മാക്ബുക്ക് എയറിന് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട്, നെഗറ്റീവ് സൈഡ് വളരെ കുറവാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പോസിറ്റീവ് സൈഡ് ശരിക്കും ഇതിന്റെ ഒരു ലൈറ്റ് വെയിറ്റ്, അതാണ് ഇതിന്റെ ഒരു മെയിൻ കാരണം. മീൻസ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, പോർട്ടബിൾ ആണ്, ഭയങ്കര ഈസി ടു യൂസ് ആണ് ഇതിന്റെ മെയിൻ നമ്മുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ M4 ചിപ്പ് കിടുക്കൻ സാധനമാണ്. M4 ചിപ്പ് നല്ല ഫാസ്റ്റ് ആണ്, നന്നായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കൻ ചിപ്പാണിത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാറ്ററി പെർഫോമൻസ് അടിപൊളി. മാക്ബുക്കിന്റെ ഏതൊരു മാക്ബുക്കും പൊതുവെ അങ്ങനെയാണ്, ബട്ട് സ്റ്റിൽ M4 എയർ അടിപൊളിയായിട്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. കമ്പനി പറയുന്നത് 18 മണിക്കൂറൊക്കെയാണ്. അത് പക്ഷെ നമ്മൾ ഓരോ യൂസറിന്റെ യൂസേജ് പോലെ ഇരിക്കും. കാരണം ഇപ്പൊ ഒരു വേർഡ് മാത്രം യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതിന്റെ CPU GPU കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, അപ്പൊ കൂടുതൽ ബാറ്ററി പവർ കിട്ടും. എനിക്കൊക്കെ ആണെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ മാക്സിമം കിട്ടത്തുള്ളൂ. കാരണം ഞാൻ മാക്സിമം റെൻഡറിങ്ങും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും എനിക്ക് പൊതുവെ ബാറ്ററി കിട്ടാറില്ല. പക്ഷെ കമ്പാരിറ്റീവ്ലി എനിക്ക് നല്ലൊരു ബാറ്ററി പെർഫോമൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേ നല്ല കിടുക്കൻ ബ്രൈറ്റർ ആയുള്ള ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല നമുക്കിപ്പോ ഔട്ട്ഡോർ ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസ്പ്ലേ ആണ്. അധികം എന്താ പറയാ ഗ്ലെയർ കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ടൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഈ സൂര്യന്റെ വെളിച്ചത്തൊന്നും പോയി ആരും തന്നെ എഡിറ്റ് ചെയ്യാൻ ഇരിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ട് അതല്ലാണ്ട് നമുക്കിപ്പോ ഒരു നോർമൽ വെളിച്ചത്തൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സെറ്റപ്പ് ആണ്. ഐ മീൻ നല്ല ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ് ആണ്. അതുപോലെ ഇതിന്റെ വെബ് ക്യാം നല്ല കിടുക്കൻ വെബ് ക്യാം ആണ്. കാരണം ഇത് നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ക്രോപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 4K റെൻഡറിങ് ഒക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് മാക്ബുക്ക് എയർ ആണ്, എന്നിട്ട് പോലും നല്ല കിടുക്കനായിട്ട് നമുക്ക് 4K റെൻഡർ ചെയ്യാനോ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതിനകത്ത് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എനിക്കൊരു 1-2 പ്രാവശ്യം ഒന്ന് സ്ക്രീൻ ഫ്രോസൺ ആയിരുന്നു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൊതുവെ ഒരു 5-6 വീഡിയോ ഒക്കെ ഇട്ട് ഒരേ ടൈമിൽ ഞാൻ എഡിറ്റിങ് പരിപാടിയൊക്കെ ചെയ്യുന്ന ആ ഒരു സെനേറിയോ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് വേറെ എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാനിത് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് FCP ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അതിനകത്ത് സാധനങ്ങൾ ലോഡ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ ചെയ്യുന്നതിൽ ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ ഇതിപ്പോ എന്റെ 512 SSD വരുന്ന ഒരു മോഡലാണ്. ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്റ്റേണൽ SSD കുത്തിയിട്ടാണ് ഞാൻ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. ഞാൻ മാക്സിമം നല്ലൊരു SSD ആണ് യൂസ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിനകത്ത് ഫയൽസ് കീപ്പ് ചെയ്യുന്നതും എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ കുത്തിയിട്ട് യൂസ് ചെയ്യുന്നതും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ ചൂടാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാം ആവുന്നുണ്ട്, ചൂടാവുന്നില്ല. അതാണ് അതിന്റെ സത്യം.
വാം ആവുന്നുണ്ട്, ചൂടാവുന്നില്ല. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ടേബിളിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മൾ ലാപ്പിലൊക്കെ മീൻസ് മടിയിലൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാവും, അതിലൊരു സംശയം വേണ്ട. ചൂടാവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാപ്പിൽ മീൻസ് മടിയിൽ വെക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി ആ ഒരു ഫ്ലോ ഒന്നും കറക്റ്റ് ആവത്തില്ല. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ വേറെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇതിന് ഒരു കവർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനൊരു കേസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറ് പൊതുവെ. അപ്പൊ ആ കേസിന്റെ ക്വാളിറ്റി ഒക്കെ പോലെ ഇരിക്കും. നമുക്കിപ്പോ ബാക്കിലൊക്കെ ഫുൾ അടഞ്ഞ് പൊതിഞ്ഞ് ഇരിക്കുന്ന ഒരു ടൈപ്പ് കേസ് ഒക്കെ ആണെങ്കിൽ ഒബ്വിയസ്ലി സാധനം ചൂടാവും, മാക്ബുക്ക് ഉറപ്പായിട്ട് ചൂടാവും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാക്സിമം നമ്മൾ നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ മീൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ മാക്സിമം നല്ലൊരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ നമുക്ക് യൂസ്ഫുൾ ആവും. അതുപോലെ നമുക്കിപ്പോ നമ്മള് ഇതിനകത്ത് നമ്മളിപ്പോ മേടിക്കുന്ന സമയത്ത് ബണ്ടിലായിട്ട് നമുക്ക് ഇതിന്റെ കേസും അതുപോലെ ഈ ഒരു എന്താ പറയാ ഇതിന്റെ ഒരു കീബോർഡില് നമുക്കൊരു കവറും കാര്യങ്ങളൊക്കെ കിട്ടും. ആ കവർ മാക്സിമം യൂസ് ചെയ്യാതിരിക്കാന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ത്രോട്ടിലിങ് ഫീൽ ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ സാധനത്തിൽ നമ്മൾ ആ കേസ് അല്ലെങ്കിൽ ഒരു എന്താ പറയാ കവർ ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാകെ കൂടെ കുറച്ച് സ്ഥലം ഇതിനകത്ത് ഇതിന്ന് തെർമൽ ഈ ചൂട് പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരു സ്പേസ് ഉള്ളൂ. ഈ സാധനം കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തൂടെ പോലും ആ ഒരു ഹീറ്റ് പുറത്തോട്ട് പോകാനുള്ള ഒരു സ്പേസ് വരത്തില്ല. അപ്പൊ ആ ഒരു സാധനം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസും ഞാൻ ഈ ഇടയ്ക്ക് അത് കാണുകയും ചെയ്തു. ഇപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന്റെ പെർഫോമൻസിൽ ലാഗ് വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോസിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇടാം. അപ്പൊ അതൊരു കാരണം കൂടിയാണ്. അതല്ലാണ്ട് പെർഫോമൻസ് വൈസ് അടിപൊളിയാണ്, ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ 4K 60 FPS ഞാൻ വീഡിയോസ് എടുക്കുന്നതും റെൻഡർ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. FCPയിലാണ്. എന്നിട്ട് പോലും ലാഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇച്ചിരി പോലും ലാഗ് ഇല്ല. ഇപ്പൊ ഇതിന്റെ പെർഫോമൻസ് കിടുക്കൻ പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഒരു ബേസിക് യൂസർ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് തന്നെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. M1 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ഒരാളാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ M4 വാങ്ങാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ M4 എന്നേ ഞാൻ പറയുള്ളൂ. കാരണം M4 മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ടേമിലേക്ക് അത് ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെ അങ്ങനെ കിടന്നോളും. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു മാക്ക് വേണം, അത്രയും ബഡ്ജറ്റ് ഇല്ല. M4 വേണമെന്ന് ഒരു നിർബന്ധമില്ല. M1ലേക്ക് എടുക്കുക, അല്ലെ M1 Pro ഒക്കെ എടുക്കുക. M1 Pro ഒക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ഹോൾഡ് ദ വാല്യൂ ആണ്. അത്രയും നിങ്ങൾക്ക് അത് M1 Proയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോലും വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ സുഖമായിട്ട് പറ്റും. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾക്ക് അതുപോലെ വേറെ ചില ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഐപാഡ് എടുക്കണോ ഇതെടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ എന്താ പറയാ നിങ്ങളുടെ ഒരു റിക്വയർമെന്റ് പോലെ ഇരിക്കും. നിങ്ങൾക്കൊരു മാക്ക് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിഫറൻസ് മാക്കിലേക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി മാക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പോർട്ടബിൾ ആയിട്ട് ഒരു സാധനം വേണം, അല്ലെങ്കിൽ നിങ്ങളൊരു ആർക്കിടെക്ചർ ആണ്, അല്ലെങ്കിൽ ഗ്രാഫിക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്ക് iPad Pro M4 ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് എഡിറ്റിംഗ് പരിപാടികളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് നടക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ട്രെയിനിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിലൊക്കെ പോവുകയാണെങ്കിൽ ഇത് വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുഖമായിട്ട് നിങ്ങൾക്ക് iPad വെച്ചിട്ട് സുഖമായിട്ട് പരിപാടി ചെയ്യുക. അതിന്റെ ഇപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോലും നല്ല റെസ്പോൺസീവ് ആയിട്ടും അത് എഫിഷ്യന്റ് ആയിട്ടും ആ ഒരു പെർഫോമൻസിൽ ഒരു ലാഗ് വരാതെ നിങ്ങൾക്ക് iPadൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അതിന്റെ ഒരു യൂസർ, നിങ്ങളുടെ ഒരു റിക്വയർമെന്റ് എന്താണ് അതിനനുസരിച്ച് മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എന്റെ ഒരു യൂസർ എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനം വേണമായിരുന്നു. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണമായിരുന്നു. എഡിറ്റിംഗ് ചെയ്യാൻ പറ്റണമായിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ കൺസിഡറേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാക്ബുക്ക് എയർ M4 എടുത്തത്. എൻ്റെ കയ്യിൽ വരുന്നത് സ്പെക്ക് വൈസ് ആണെങ്കിൽ 512GB SSD വരുന്നുണ്ട്, അതുപോലെ 10GB CPU, അതുപോലെ GBയും 10GB ആണ് വരുന്നത്. ഇതിന് ഓരോ സ്പെക്ക് ഉണ്ട്. അപ്പൊ ആ സ്പെക്കിനനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ മാറും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് സ്പെക്ക് ആണ് 256 ഞാൻ എടുക്കാൻ പറയില്ല. 512 ഞാൻ ഓപ്റ്റ് ചെയ്യത്തുള്ളൂ. 256 ഒക്കെ ആകുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടെ ഒരു ലോങ് ടേം റണ്ണിൽ അതങ്ങനെ വർക്ക് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 512 ഒക്കെ നമ്മളൊരു കമ്പ്യൂട്ടർ നമ്മൾ മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മാക്ക് മേടിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഓപ്റ്റ് ചെയ്യുക, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക.
അങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അത്രയ്ക്ക് ഇത് മീൻസ് ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഉള്ള ഒരാളാണെങ്കിൽ M3യിലേക്ക് പോവാം. M3യിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് ഓണം കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏതാണോ ഫെസ്റ്റിവൽ ആ ഫെസ്റ്റിവലിന്റെ ടൈമിലൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റിലൊക്കെ നിങ്ങൾക്ക് സാധനം മേടിക്കാൻ പറ്റും. ആമസോണിനാണെങ്കിൽ ബിഗ് ബില്യൺ, അല്ലെങ്കിൽ ഇവിടെ കാനഡയിലുള്ള ആൾക്കാരാണെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ, അങ്ങനെ ഓരോ സീസൺ അനുസരിച്ച് നിങ്ങൾ സാധനം മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ഡീലിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ വീണ്ടും ചോദിക്കുക. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒരുപാട് ഈ വീഡിയോ ലെങ്തി ആക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അപ്പൊ നമ്മൾ വളരെ പ്രിസൈസ് ആയിട്ട് കാര്യങ്ങളെല്ലാം കവർ ചെയ്ത് ഇതിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയാന്നേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്, ഇതിന്റെ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു കോൺസിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രശ്നം ഞാൻ പറയുകയാണെങ്കിൽ സ്മഡ്ജസ് വരും. നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് കാര്യങ്ങളൊക്കെ വരും. അതും വലിയൊരു ഡീലൊന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇതിന്റെ ബാഡ് സൈഡ് പറയേണ്ടത് കൊണ്ട് പറയുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഈ സ്മഡ്ജസ് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. ഇതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് പോലെ ഇരിക്കും. ബട്ട് സ്മഡ്ജസ് വരും, പ്രത്യേകിച്ച് ഈ മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് തീമിലുള്ള സാധനമൊക്കെ ആണെങ്കിൽ സ്മഡ്ജസ് വരും. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെർമൽ ത്രോട്ടലിംഗ് ഉണ്ട്. അതൊരു പ്രശ്നമൊന്നുമല്ല. നമ്മളിത് മേടിക്കുമ്പോൾ തന്നെ അതൊരു പ്രശ്നമൊന്നുമല്ല. നമുക്കിത് മേടിക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഫാൻലെസ് ആണ് എന്നറിയാം. ബട്ട് സ്റ്റിൽ നമുക്കൊരു ഭയങ്കര ടെക്കി ആയിട്ടുള്ള ഒരു ആളൊന്നും അല്ലെങ്കിൽ നമ്മളൊന്നും ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇത് തെർമൽ ത്രോട്ടലിംഗ് ഉണ്ടാവും. അതായത് ഇപ്പൊ ഒരു ഹെവി ലോഡ് സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വരുമ്പോൾ എന്റെ ഒരു പെർസ്പെക്റ്റീവില് എനിക്ക് വന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോസൺ ആവുമായിരുന്നു. ആപ്പാണ് ഫ്രോസൺ ആയത്, മാക് ഒരിക്കലും ഫ്രോസൺ ആയിട്ടില്ല. നമുക്കിപ്പോ ഇതിന്റെ എന്താ പറയാ, ഈ ആപ്പ് നമുക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക് വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഇത് ക്വിറ്റ് ചെയ്യേണ്ടി വരും, അത് ഫോഴ്സ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. ഫോഴ്സ് ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ഫോഴ്സ് ഇത് എന്താ പറയാ ആപ്പ് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് ആ ആപ്പിലോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സസ് കിട്ടുള്ളൂ. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പോർട്ടുകളാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 USB Type-C പോർട്ടും പിന്നെ ഇതിന്റെ ചാർജിങ് പോർട്ടും ആണ് വരുന്നത്. അതല്ലാണ്ട് വേറെ പോർട്ടില്ല. അതൊരു വലിയ പ്രശ്നമാണ്. വലിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു എഡിറ്റിംഗ് കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണെങ്കിൽ, ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പോർട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇത് രണ്ടും അടുത്തും കൂടെയാണ്. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. എനിക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തോന്നിയത്. ഈ ഒരു USB Type-C ഇവിടെ ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോ രണ്ടും അടുത്തായതുകൊണ്ട് തന്നെ നമുക്കിപ്പോ ഒരു മൈക്കോ കാര്യങ്ങളോ നമുക്ക് ഇതിനകത്ത് കയറ്റി കുത്തിയിട്ട് നമുക്ക് അടുത്തൊരു സാധനം കുത്താൻ പറ്റത്തില്ല. അതാണ് ഇതിന്റെ ഒരു വേറെ പ്രശ്നം. പിന്നെ നമുക്ക് SD കാർഡ് ഒക്കെ ഇടാൻ ഒരു സ്ലോട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ഒരു HDMI ഈ ഫോം ഫാക്ടറിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു SD കാർഡ് സ്ലോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ക്യാമറയിൽ, അതായത് പ്രൊഫഷണൽ DSLR ക്യാമറയിൽ എടുക്കുന്ന ഫൂട്ടേജ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് ഇടണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് തോന്നി. അതല്ലാണ്ട് ഇതിനകത്ത് പറയാൻ വേറൊരു പ്രശ്നമില്ല. അടിപൊളി ഒരു കിടുക്ക സാധനമാണ്. വെയിറ്റും ഇല്ല, നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റിൽ സാധനം കിട്ടുകയും ചെയ്യും. പ്രോയിലേക്ക് പോകേണ്ട ആവശ്യം, കോണ്ടന്റ് ക്രിയേറ്റർ ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ സ്റ്റിൽ റെക്കമെൻഡ് ചെയ്യുക പ്രോ ആണ്. ഞാൻ എയറിലേക്ക് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ ഒരു എൻട്രി ലെവൽ ആളാണെങ്കിൽ നിങ്ങൾ എയർ എടുക്കുക. ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഒരു ലോങ് ടേം ഇത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടിട്ട് ഞാൻ എടുത്തതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് എൻ്റെ ഒരു ബഡ്ജറ്റ് ഇതായിരുന്നു. അതിനകത്ത് ഞാൻ ഒരു ബെസ്റ്റ് സിസ്റ്റം എടുത്തതേ ഉള്ളൂ. എനിക്ക് എന്താ പറയാ, വിൻഡോസിലേക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് മാക് ആണ് എൻ്റെ സിസ്റ്റം മുഴുവൻ. അതായത് ഞാൻ എടുക്കുന്നത് ഐഫോണിലാണ്, പിന്നെ എൻ്റെ എക്കോസിസ്റ്റം മൊത്തം ആപ്പിളിലാണ്. അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഒരു മാക് എടുത്തത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അത് പറഞ്ഞപ്പോഴാണ്, നമുക്കിപ്പോ ഒരു ഫൂട്ടേജ് നമ്മൾ ഐഫോണിലെടുത്തൊരു ഫൂട്ടേജ് സുഖമായിട്ട് ഇതിനകത്തോട്ട് എയർ ഡ്രോപ്പ് ചെയ്യാം. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇതിനകത്തോട്ട് സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണെങ്കിൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇതിനകത്ത് സാധനം വന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് അതിന്റെ ഒരു എക്കോസിസ്റ്റത്തിലുള്ളതിന്റെ ഒരു ഉപയോഗം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയാനില്ല, നമ്മൾ ഈ ഒരു ഫാൻലെസ് സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമാണത്. അങ്ങനെ ഒരു പ്രശ്നമാണ് ഈ ഫാൻലെസ് സിസ്റ്റം. ഈ ഫാൻ ഇല്ലാത്തൊരു സിസ്റ്റം വരുന്നതിന്റെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ കേണൽ ടാസ്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയാം. കേണൽ ടാസ്ക് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 30 to 50% ഒക്കെ പുഷ് ചെയ്യുന്നുണ്ട്.
അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് ചൂടാല്ല നന്നായിട്ട് വാമാവും തുടങ്ങും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതല്ലാണ്ട് വേറെ കാര്യമായിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും സ്റ്റിൽ ഇപ്പൊ മാക്ബുക്ക് ഇപ്പൊ M5 Pro ഇറങ്ങിയെന്ന് വെച്ചാലും M6 Pro ഇറങ്ങിയെന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് ഒരു എന്താ പറയാ ചെറിയൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക് പ്രൊഫഷണൽ യൂസിനൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് സാധനമാണ്. നന്നായിട്ട് ചാർജ് നിൽക്കും. അതുപോലെ നിങ്ങൾക്ക് USB തണ്ടർബോൾട്ട് പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഓൺ ദ വേ നിങ്ങൾക്ക് വേറെ കേബിളോ കാര്യങ്ങളോ എടുക്കണമെന്നില്ല. നിങ്ങളുടെ ഐഫോണിന്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചാർജർ ഇട്ട് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചാർജ് ആകും. സോ സ്റ്റിൽ ഏതൊരു കാലത്തും ഇനി ഈ വീഡിയോ ഇനി ഒരു 10 വർഷം കഴിഞ്ഞിട്ട് കാണുവാണെങ്കിൽ സ്റ്റിൽ ഈ സാധനം വർക്കാവും. അതാണ് ഈ ഒരു മാക്കിന്റെ ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഐഫോൺ പറയുന്ന പോലെ അല്ല. ഐഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ 6 മുതൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ 6 കഴിഞ്ഞ് ഞാൻ പിന്നെ 13ലേക്കാണ് പോയത്. 13 എടുത്തു, 14 എടുത്തു, 15 എടുത്തു. എല്ലാം പ്രൊമോഷൻ, സോറി, എല്ലാം ഞാൻ എടുത്തത് പ്രോയാണ്. 13 Pro, 14 Pro, 15 Pro ആൻഡ് 16 Pro. ഇതെല്ലാം എടുത്തതിൽ എനിക്ക് ഭയങ്കരമായ ഒരു അഡ്വാൻസ്മെന്റ് ഞാൻ തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെയല്ല ഒരു മാക്കിലേക്ക് വരുമ്പോൾ മാക് വേറെ തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ മാക്ക്. അപ്പൊ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു സാധനം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇതിന്റെ ഒരു ചെറിയൊരു നല്ല വശവും മോശ വശവും എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് അതിന് മുമ്പ് നമ്മുടെ വീഡിയോ എടുത്തിട്ട് അതിനകത്ത് വന്നേക്കുന്ന ക്വസ്റ്റ്യനില് മെയിൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്ബുക്ക് എയർ M4 2025 സ്ക്രീൻ ഹിഞ്ച് ടൈറ്റ് വന്ന് തുറക്കാൻ പ്രയാസപ്പെട്ടു. ആപ്പിൾ കയറി ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ മഴക്കാലം വന്നപ്പോൾ തണുപ്പ് കൊണ്ട് ഹിഞ്ച് ടൈറ്റ് ആയത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ്, അതായത് ഹിഞ്ചിന്റെ ഇഷ്യൂസ് എയറിൽ കാണുന്നുണ്ടെന്ന് എനിക്കൊരു 1, 2, 3, 4 പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ആപ്പിളിന്റെ ഒക്കെ ഒരു കോളത്തിലൊക്കെ പോയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ റയർ ആയിട്ട്, ഇനി എനിക്കറിയത്തില്ല നമ്മുടെ ആ ഏരിയയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങുന്ന സാധനങ്ങളുടെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പൊതുവെ ഞാൻ ഈ ഒരു കാനഡയിലൊക്കെ അങ്ങനത്തെ ഇഷ്യൂ വളരെ റയർ ആയിട്ടേ കേട്ടിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആപ്പിൾ കെയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആപ്പിൾ കെയർ ഉള്ള ഒരാളാണെങ്കിൽ, അതും അല്ലെങ്കിൽ നിങ്ങളിപ്പോ 1 വർഷം, എന്തായാലും ഇത് ഇറങ്ങിയിട്ട് ഇപ്പൊ 1 വർഷം ആയുള്ളൂ. അപ്പൊ നിങ്ങൾ മേടിച്ചിട്ട് 1 ഇയറിലെ അണ്ടറിലല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരാളാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ആപ്പിളിൽ പോയിട്ട് ഇത് റീപ്ലേസ്മെന്റ് വാങ്ങുക. പക്ഷെ നാട്ടിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ ആപ്പിളിന്റെ തന്നെ സെന്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആപ്പിളിന്റെ തന്നെ ഷോറൂം ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടപെടാന്ന് പരിപാടി കഴിയും. പക്ഷെ നാട്ടില് അത്രത്തോളം അതുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു ആപ്പിളിന്റെ തന്നെ ഡയറക്റ്റ് ഒരു റീസെല്ലേഴ്സും അല്ലെങ്കിൽ ഓതറൈസ്ഡ് സെന്റേഴ്സും ഉണ്ട്. ബട്ട് സ്റ്റിൽ അതിൻ്റെതായ ഒരു ഫെസിലിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ വരുവാണെങ്കിൽ, ഇവിടെയൊക്കെ ആണെങ്കിൽ പൊതുവെ നമ്മൾ ഈ സാധനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് പുതിയ സാധനം കിട്ടും. അങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഓതറൈസ്ഡ് സെന്ററിൽ പോയിട്ട് ഇത് പറഞ്ഞ് പുതിയ സാധനം നിങ്ങൾ മേടിക്കുക. പറഞ്ഞു മേടിക്കാന്നേ ഞാൻ പറയുള്ളൂ. അവർ പലതും പറയും, പ്രത്യേകിച്ച് ഓതറൈസ്ഡ് സെന്റേഴ്സും കൂടി ആയതുകൊണ്ട് പലതും പറയും. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുക, സാധനം കിട്ടുക, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞ് റെഡിയാക്കി എടുത്തുകൊണ്ട് വരിക എന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ നിങ്ങളിപ്പോൾ 1 വർഷത്തിന് മേളിൽ അല്ലെങ്കിൽ ലോങ് ടേം ഒക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ ആപ്പിൾ കെയർ എടുക്കുക. ആപ്പിൾ കെയർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനകത്ത് കവേർഡ് ആണ്. ആക്സിഡന്റൽ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ അതിനകത്ത് കവേർഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഓൺ ദ ലോങ് റൺ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതങ്ങനെ. പിന്നെ ഒരുപാട് പേര് എഡിറ്റിങ്, ഗെയിമിങ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ? എഡിറ്റിംഗ് ഒബ്വിയസ്ലി ഇതിനകത്ത് ചെയ്യാൻ പറ്റും. എഡിറ്റിംഗിന് ടോപ്പാണ്. പക്ഷെ ഇപ്പൊ FCP ഒക്കെ സുഖമായിട്ട് പോകും. അതേ സമയത്ത് ഡാവിഞ്ചിയും പോകുന്നുണ്ട്. ഡാവിഞ്ചിയും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് കുറച്ച് ഡാവിഞ്ചിയും കുഴപ്പമില്ല, അത്യാവശ്യം ആൾക്കാരൊക്കെ നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആണ് പറയുന്നത്. പക്ഷെ അഡോബ് പ്രീമിയർ പ്രോ വരുമ്പോഴത്തേനും കുറച്ച് തെർമൽ ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടു. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല, ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. എഡിറ്റിംഗ് FCP ഒക്കെ ആണെങ്കിൽ അടിപൊളി, ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതിന്റെ എഡിറ്റിങ്ങിന്റെ
ഇപ്പൊ ഇതിന്റെ എഡിറ്റിങ് ഇപ്പൊ FCPയിലാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. FCPയിൽ ഇതിനൊരു ചെറിയ ഗ്ലെയർ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ഗ്ലെയർ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം ഇതിനകത്ത് ഞാൻ അതിനകത്തൊരു പ്രൊട്ടക്ഷൻ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. അല്ലാണ്ട് വലിയ ഗ്ലെയറോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇതാണ് FCPയിൽ ഞാൻ ഇത്ര സാധനങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ 1, 2, 3, 4, 5, 6 ഒരു ഓൾമോസ്റ്റ് 7 പ്രൊജക്ട് ഞാൻ ഒറ്റയടിക്ക് ഇതിനകത്ത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര സാധനങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നത്. അതല്ലാണ്ട് ഇത് സുഖമായിട്ട് ഇതുണ്ടോ, ഒരു പ്രശ്നമില്ല. ഏത് പ്രൊജക്റ്റിലേക്ക് വേണമെങ്കിൽ നമുക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കാം. ഒരു പ്രശ്നമില്ല. ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. ഒരു പ്രശ്നമില്ല. ഒരു ലാഗ് ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ലാഗ് ഇല്ല. 30-35 മിനിറ്റ്സിലൊക്കെ നമുക്ക് സുഖമായിട്ട് ഒരു 4K 60 FPS സാധനം നമുക്ക് റെൻഡർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഇതിന്റെ ഒരു മെയിൻ യൂസ് ആട്ടോ. നമുക്ക് കംപ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വേറെ ടൂൾസ് നമുക്ക് ഇതിന്റെ മെയിൻ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ആ ഒരു FCP എന്നൊക്കെ തന്നെ നമുക്ക് ഇപ്പൊ കംപ്രസ് അല്ലെങ്കിൽ മോഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡയറക്റ്റ് മോഷനിലേക്കോ അല്ലെങ്കിൽ കംപ്രസറിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ബണ്ടില് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. അത് വീണ്ടും എക്സ്പെൻസീവ് ആണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബട്ട് സ്റ്റിൽ അതൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇതെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ എയർ ഡ്രോപ്പ് ഒരു രക്ഷയില്ല. നമുക്കിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. എത്ര വലിയ ഫയൽ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് വേറൊരു സാധനം കൂടെ ഉണ്ട്. നമുക്ക് ഐഫോൺ മിററിംഗ് ഉണ്ട്. അത് റിമോട്ടിൽ നമുക്ക് ഐഫോൺ മിറർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ശരിക്കും. പിന്നെ ഇതിപ്പോ നിങ്ങൾ മിസ്സിംഗ് ഫയൽ നോക്കണ്ട. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ നമ്മൾ SSD കുത്തിയിട്ടാണ് ചെയ്യുന്നത്. SSD കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി റൺ ആവും. അതല്ലാണ്ട് ഇത് ബട്ടർ സ്മൂത്ത് ആണ്. ഒരു പ്രശ്നവുമില്ല ഇതിനകത്ത്. അങ്ങനത്തെ ഒരു ത്രോട്ട്ലിങ്ങോ കാര്യങ്ങളൊന്നും വളരെ റയർ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇത്ര സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് ലോഡ് ചെയ്തതിന്റെ ഒരു ചെറിയൊരു എന്തൊക്കെ പറഞ്ഞാലും സാധനത്തിന് വരുമല്ലോ. അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നം അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് വീഡിയോസ് ആണ് നമ്മൾ ഈ കാണുന്നത്. എഡിറ്റിംഗ് പരിപാടികൾ നടക്കുന്നത്. അപ്പൊ എല്ലാ വീഡിയോകളും നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ പറയുന്നത് 1 lakh ബഡ്ജറ്റ് എയർ M4 അല്ലെങ്കിൽ iPad Pro M4 എടുക്കണോ? യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിമീഡിയ, മൈനർ, വേർഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ വീണ്ടും ഞാൻ അത് ഒന്നും കൂടെ പറയാം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ബട്ട് സ്റ്റിൽ പറയാം. നിങ്ങൾ ഇപ്പൊ ഓൺ ദ റൺ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ബസ് അല്ലെങ്കിൽ ട്രെയിൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. ഗ്രാഫിക് ഡിസൈനർ ആണ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചർ ഒക്കെ ആണെങ്കിൽ സുഖമായിട്ട് iPadലേക്ക് പോവുക. അല്ല, നിങ്ങൾക്ക് ഒരു ബേസിക് യൂസ് ഒക്കെയാണ്, നിങ്ങൾക്ക് അങ്ങനെ വലിയ ട്രാവലിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ട്രാവലിൽ യൂസ് ചെയ്താണെങ്കിലും കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്, ഇപ്പൊ ഒരു ഗ്രാഫിക് ഡിസൈനർ അല്ലെങ്കിൽ ഇന്റീരിയർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ കൂടുതൽ iPad Pro ഒക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. അവർക്ക് എല്ലാവർക്കും മാക്ബുക്ക് എയർ അല്ലെങ്കിൽ പ്രോയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ബഡ്ജറ്റ് പോലെ നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ് ആ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, പ്രോ വേണം, ഫാൻ ഉള്ള ഒരു സാധനം വേണമെങ്കിൽ എയറിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ബഡ്ജറ്റ് ഇപ്പോൾ 1 ലക്ഷത്തിന് താഴെയാണ്, ഇപ്പൊ ഇതിന് 1 ലക്ഷത്തിന് മേളിലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോ അങ്ങനെ നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് ആ ഒരു കൺസ്ട്രെയിൻ നമ്മൾ മനസ്സിൽ വെക്കുക, ബഡ്ജറ്റ് വെക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക ഏത് പ്രൊസസ്സറാണ് അല്ലെങ്കിൽ ഏത് സാധനം വേണ്ടതെന്ന് നോക്കുക. ഞാനിപ്പോ ഇതിനകത്ത് മാക്ക് തന്നെ നിങ്ങൾ മേടിക്കണം എന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് നല്ലൊരു വിൻഡോസ് PC ബിൽഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വിൻഡോസിന്റെ ഒരു സിസ്റ്റം മേടിക്കാൻ പറ്റുമെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അങ്ങനെയൊന്നുമില്ല ഈ മാക്ക് വേണമെന്നില്ല. എനിക്ക് ഈ ഒരു ഇക്കോസിസ്റ്റം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു ചെറിയൊരു തോട്ടിലാണെങ്കിൽ, നിങ്ങൾ ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊസസ്സർ നിങ്ങളുടെ റിക്വയർമെന്റ് ആണോ, അത് മീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊസസ്സർ ആണോ നോക്കുക. അതുപോലെ പഴയ പ്രൊസസ്സർ ഒന്നും വെക്കില്ല. റൈസൻ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ റൈസന്റെ പെർഫോമൻസ് കോറുള്ള അല്ലെങ്കിൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിസ്റ്റം ആണോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം റൈസൻ എടുക്കാൻ. അല്ലാണ്ട് നമ്മുടെ റൈസന്റെ ഏറ്റവും അൾട്രാ സാധനമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ചെറിയ ലാഗ് വരുന്ന ചില മോഡലുകളിൽ ലാഗ് വരും. ഇന്റൽ ആണെങ്കിൽ അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഗ്രാഫിക്സ് വേണ്ട ആൾക്കാരാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ഉള്ള സിസ്റ്റം എടുക്കുക. ഇന്ന ബ്രാൻഡ് എന്നൊന്നും ഞാൻ പറയത്തില്ല.
ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സർവീസ് സെന്റർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ അതാണ് നിങ്ങൾ കൂടുതൽ ഓപ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. അതുപോലെ നിങ്ങളുടെ റിക്വയർമെന്റ് നോക്കി അതിനനുസരിച്ച് നിങ്ങളെ സാധനം മേടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ മതി, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. 4K എഡിറ്റിംഗ് എങ്ങനെയുണ്ട് M4 Air? കിടുക്കൻ എഡിറ്റിംഗ് എക്സ്പീരിയൻസ് ആണ്. കിടുക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ FCP ആണ് യൂസ് ചെയ്യുന്നത്, അടിപൊളിയാണ് അതിനകത്ത്. പിന്നെ ഇങ്ങനെ MS ഓഫീസ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് ആപ്പിളിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സഫാരിയാണ് യൂസ് ചെയ്യുന്നത്, സഫാരിയിൽ ലോഗിൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കണം. ആപ്പായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ ക്രോമിലാണെങ്കിൽ സഫാരിയിലാണെങ്കിൽ നിങ്ങൾ കയറിയിട്ട് ആ ബ്രൗസറിന്റെ അകത്ത് നിങ്ങൾ യൂസ് ചെയ്യുക. എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് സെയിം ഗെയിം കളിക്കാൻ പറ്റുമോ? നമുക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. ഇനി എയർ ആണെങ്കിൽ പ്രോ ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. ചില സാധനങ്ങൾ മാത്രമേ നമുക്ക് കളിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത സാധനങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് കളിക്കാൻ പറ്റത്തില്ല. അതൊരു വലിയ ഇഷ്യൂ ആണ് ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക്. അതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊരു പ്രൊഫഷണൽസിനാണ് കൂടുതലും മാക്ക് ഞാൻ ഓപ്റ്റ് ചെയ്യുള്ളൂ. ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ PC ബിൽഡ് ചെയ്യാന്നല്ലാണ്ട് മാക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും പരിപാടി നടക്കത്തില്ല. പിന്നെ ഇങ്ങനെ എന്താ പറയാ, M1 എടുക്കണോ M3 എടുക്കണോ M4 എടുക്കണോ, ഏതാണ് ബെറ്റർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ കൂടുതലും കണ്ടത്. അങ്ങനത്തെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം രീതിയിൽ ഞാൻ അതിന് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഒരു ജനറൽ കേസ് പറയാനാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ബഡ്ജറ്റ് ആണല്ല. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടോ, യു ക്യാൻ ഗോ ഫോർ പ്രോ. ബഡ്ജറ്റ് ഇല്ലേ നമ്മൾ താഴോട്ട് വരിക, അത്രേ ഉള്ളൂ. അതാണ് ഇതിനകത്ത് ബേസിക് ഒരു ലോജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ. താങ്ക് യു.